അപ്പൊ അതൊരു വലിയ തെറ്റാണ്. സമസ്ത പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാനലിനോടൊന്നും സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ പിന്നെ ആർക്കുള്ള മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. കണ്യത്ത് ഉസ്താദ് അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ, കുമരംപുത്തൂർ ഉസ്താദ് സംസാരിച്ചിട്ടില്ലല്ലോ, കോയക്കുട്ടി ഉസ്താദ് സംസാരിച്ചു. ഇതൊന്നും ഇക്കാലം അത്രയും ഉള്ള പ്രസിഡന്റുമാർക്കൊന്നും ഇല്ലാത്ത ഇതൊരു പുതിയ പരിപാടി. ഇടക്കിടക്ക് മാധ്യമങ്ങളെ കാണുന്നു. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന് ഇന്ന് വരെ മൂപ്പരെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതൊന്നും ആരും ചിന്തിക്കണില്ല. സമസ്ത പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണാൻ പാടില്ല. സമസ്ത പ്രസിഡന്റ് പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ഇവിടെ സമകാലികമായ വിഷയങ്ങളെ കുറിച്ചൊന്നും സമസ്ത മിണ്ടാൻ പാടില്ല. നിങ്ങൾ മജ്‌ലിസ് നൂർ നടത്തിയാൽ മതി, നിങ്ങൾ റിലീഫ് നടത്തിയാൽ മതി. ആ റിലീഫ് വിതരണത്തിന് ഇനിയും വിളിക്കണം. വിതരണം ഞാനായിരിക്കും. എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരല്ലേ? ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ പോഷക സംഘടനകളും പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു വഴിയുണ്ട്, ഒരു ശൈലിയുണ്ട്, ഒരു മാതൃകയുണ്ട്. അതിൽ നിന്നും സമസ്ത കേരള ജമിയത്തുലമ എങ്ങോട്ടും തെറ്റിയിട്ടില്ല. ഒരു മാർഗഭ്രംശവും ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഇന്ന മാർഗഭ്രംശം സംഭവിച്ചു എന്ന് ഇന്നുവരെ ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, സമസ്ത എത്രത്തോളം വളരാൻ പാടില്ല, ഇത്രത്തോളം വലുതാകാൻ പാടില്ല, ഇത്രത്തോളം സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് സുപ്രഭാതം ക്യാമ്പയിൻ തുടങ്ങും ഈ ക്യാമ്പയിൻ പരാജയപ്പെടുത്തണം. ഓരോരുത്തർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ്, ഞാൻ പത്രം നിർത്തി. ഇവനെ കുറിച്ച് അന്വേഷിച്ചാൽ ഇവൻ ഒരു കാലത്തും വരിക്കാരനായിട്ടില്ല. ഒരു കാലത്തും വരിക്കാരനാകാത്തവരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഞാൻ വരിക്കാനായിട്ടില്ല, ഞാൻ നിർത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് ആലോചിച്ച് നോക്കണം. ദേശാഭിമാനി എല്ലാ കൊല്ലവും ക്യാമ്പയിൻ നടത്താറുണ്ട്. ഒരു കോൺഗ്രസ്സുകാരും ലീഗുകാരനും ആ ക്യാമ്പയിൻ പൊളിക്കാൻ നടക്കാറില്ല. ചന്ദ്രിക ക്യാമ്പയിൻ നടത്താറുണ്ട്. ഒരു CPM-കാരനും ആ ക്യാമ്പയിൻ പൊളിക്കാൻ നടക്കാറില്ല. ഇവിടെ ഓരോ പത്രങ്ങളും അവരുടെ ആ വാർഷിക ക്യാമ്പയിന്റെ സമയത്ത് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി വരും. അവർ കിട്ടുന്ന വരിക്കാരും കൊണ്ട് പോകും. ഇതൊക്കെ സാധാരണ നാട്ടിൽ നടക്കുന്നതാണ്. പക്ഷെ സുപ്രഭാതം ക്യാമ്പയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇറങ്ങി. അത് എന്നിട്ട് ഇങ്ങനെ ഓരോ തിട്ടൂരം പുറപ്പെടുവിക്കുകയാണ്. എന്റെ മദ്രസയിലെ മൗലവികൾ ഇറങ്ങാൻ പാടില്ല, എന്റെ മഹലിലെ ഉസ്താദുമാര് പറയാൻ പാടില്ല. എന്നിട്ട് ഇവരെ തിട്ടൂരനുസരിച്ച് നിന്നോളണം. 10 കൊല്ലം ഈ തിട്ടൂരം പുറപ്പെടുവിച്ചു. 10 കൊല്ലവും അതിന് മുമ്പത്തേക്കാൾ കൂടുതൽ വരിക്കാർ ഈ പ്രസ്ഥാനത്തിൽ വന്നു. അപ്പൊ ഈ തിട്ടൂരത്തിന് എത്ര നിലയും വിലയുണ്ട് സമൂഹത്തിൽ, മനസ്സിലായില്ലേ? അങ്ങനെ സുപ്രഭാതം പൂട്ടിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇതൊരിക്കലും പൂട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ മനസ്സിലായപ്പോ ഇപ്പൊ പുതിയ പരിപാടി തുടങ്ങി. കണ്ണ് മുറുക്കി ചിമ്പിയിട്ട് പറയാണ്, സുപ്രഭാതം പൂട്ടി, സുപ്രഭാതം പൂട്ടിപ്പോയി. നിങ്ങൾ ആലോചിച്ച് ഓരോ മനുഷ്യന്മാരെ ജോലിയാണുള്ളത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആ പ്രസ്ഥാനത്തിന് മാത്രമല്ല സമുദായത്തിന് പോലും സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ മീഡിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് മീഡിയ. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ജനങ്ങൾക്കിടയിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്കിടയിൽ വലിയ സന്ദേശങ്ങൾ കൈമാറാൻ പ്രാപ്തിയുള്ള ഒരു മാധ്യമത്തെ അത് സംഘടനാപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, സമുദായത്തിന്റെയും നാടിന്റെയും താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അഭിമാനത്തോടുകൂടി മുന്നോട്ടു പോകുന്ന ഒരു പത്രസ്ഥാപനത്തെ സംരക്ഷിക്കാനും നിലനിർത്താനുമല്ലേ ശ്രമിക്കേണ്ടത്? അതിന് പകരം ഇതിനെ പൊളിക്കാനും ഇതിനെ നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ. ഇതൊരു മാന്യമായ ഏർപ്പാടാണോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇത് മാന്യമായൊരു സമീപനമാണോ? ഈ പത്രം തുടങ്ങിയ അന്ന് മുതൽ ഇന്നുവരെ ഈ പത്രത്തിനെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ പത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ പാർട്ടി മുസ്ലിം ലീഗിനെതിരെയാണ് ഈ പത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദരണീയരായ നമ്മുടെ നേതാക്കളുടെയും സാദാത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി പറയുന്നു, ഈ പത്രം 2014 സെപ്റ്റംബർ 1 പ്രസിദ്ധീകരിച്ച് ഈ നിമിഷം വരെ പ്രസിദ്ധീകരിക്കപ്പെട്ട
ആ പത്രത്തിൽ എവിടെയെങ്കിലും CPM-ന് ഗുണം ചെയ്യുന്ന ഒരു ലേഖനം, ഒരു എഡിറ്റോറിയൽ, ഒരു വാർത്ത, ഒരു സ്റ്റോറി പ്രസിദ്ധീകരിച്ചു എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇന്നും ഒരു പത്രത്തിൽ ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിനെതിരായിട്ട് ആ പത്രത്തിൽ ഒരു വാർത്ത, ഒരു ലേഖനം, ഒരു എഡിറ്റോറിയൽ, ഒരു സ്റ്റോറി, എന്തെങ്കിലും ഒരു വാർത്ത ഈ പത്രത്തിൽ ഇന്നുവരെ വന്നു എന്ന് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനല്ല. കാരണം ഈ പത്രത്തിന് കൃത്യമായിട്ടൊരു പോളിസി ഉണ്ട്. ആ പത്രത്തിന്റെ പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരുടെ വാർത്തയും കൊടുക്കും, എല്ലാ സംഘടനയുടെ വാർത്തയും കൊടുക്കും. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ചില അളവും തോതും വലിപ്പവും രീതിയൊക്കെ ഉണ്ട്. നമ്മൾ എതിർപക്ഷത്തുള്ള ഏതെങ്കിലും സംഘടന വലിയൊരു സംസ്ഥാന സമ്മേളനം നടത്തിയാൽ അത് ഒന്നാം പേജിലൊന്നും കൊടുക്കൂല. പക്ഷെ അങ്ങനെ സംഘടന പരിപാടി നടത്തി എന്നത് നമ്മൾ കാണാതിരിക്കൊന്നുമില്ല. നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാധാന്യം അനുസരിച്ച് വാർത്ത കൊടുക്കാറുണ്ട്. ആ രീതിയിലാണ് നമ്മളെ പത്രം കൈകാര്യം ചെയ്യാറുള്ളത്. മുസ്ലിം ലീഗിന്റെ വാർത്തകൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല ഒന്ന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം നമ്മളെ പത്രത്തെ വായിക്കുന്നവരും അതിന്റെ വരിക്കാരും ഇനി ആ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും സമുദായത്തിൽ ആ പാർട്ടിയൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സംഘടനയും നമ്മുടെ നേതാക്കളും നമ്മുടെ പോത്തൂരൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ചില പ്രാധാന്യമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ സംവിധാനം മുന്നോട്ട് പോകാറുള്ളത്. ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. എന്നോട് ഈ വിഷയം ഇവിടെ പറയണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലാണ്, കേരളത്തിൽ 2 സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കാറുള്ളത്. മുസ്ലിം ലീഗിന് 3ഉം 4ഉം സീറ്റിനൊക്കെ അർഹതയുണ്ട്. കേരളത്തിലെ ഒരു ചുറ്റുപാടനുസരിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രാതിനിധ്യം, UDF-ലെ 2ാം കക്ഷി, അതിന്റെ സ്വീകാര്യത, അംഗീകാരം, ആ പാർട്ടിക്ക് സമൂഹത്തിലുള്ള ഒരു എണ്ണവും കണക്കൊക്കെ അനുസരിച്ചുകൊണ്ട് 3ഉം 4ഉം സീറ്റ് ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് ആ പാർട്ടിക്ക് കോൺഗ്രസിനോട് അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളോട് അതിന് വിലപേശാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. പരസ്യമായി വിലപേശാൻ പാടില്ല. UDF യോഗത്തിൽ ആവശ്യപ്പെടാം, പരസ്യമായിട്ട് വിലപേശാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രികയിൽ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതാൻ പറ്റില്ല, ഒരു ലേഖനം എഴുതാൻ പറ്റില്ല. ഒരു മുസ്ലിം ലീഗിന്റെ പൊതുവേദിയിൽ ആ ആവശ്യം ഉന്നയിച്ച ലീഗ് നേതാവിന് പ്രസംഗിക്കാനും പറ്റില്ല. കാരണം എന്താണ്? അത് UDF യോഗത്തിൽ മാത്രം പറയേണ്ട കാര്യമാണ്. സുപ്രഭാതം പത്രം ലേഖനവും എഡിറ്റോറിയലും എഴുതി മുസ്ലിം ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ട്. ആ പാർട്ടിയെ തകർക്കാനും ആ പാർട്ടിയെ മോശമാക്കാനും ശ്രമിക്കുന്ന ഒരു പത്രവും സംവിധാനവുമാണെങ്കിൽ ഈ ആവശ്യം ഈ പത്രം ഉന്നയിക്കുമോ? ചന്ദ്രിക കൊണ്ടുപോലും സാധിക്കാത്ത ഒരു ദൗത്യം മുസ്ലിം ലീഗിന് വേണ്ടി ഈ പത്രത്തിലൂടെ, എഡിറ്റോറിയലിലൂടെ, ലേഖനങ്ങളിലൂടെ, വിവിധ സ്റ്റോറികളിലൂടെ അതിന്റെ ആവശ്യകത ഉന്നയിച്ചു. അത് നേടിയോ ഇല്ലേ എന്നതിനേക്കാളപ്പുറം ഈ പാർട്ടിക്ക് അതിന് അർഹതയുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ ഇവിടെ സുപ്രഭാതമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെയും സമസ്തയുടെ പ്രവർത്തകരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സമസ്തക്ക് എന്താണ് ലാഭം? അല്ല, അത് ആലോചിക്കണല്ലോ. മുസ്ലിം ലീഗിന് പ്രയാസകരമാക്കുന്ന ഒരു പ്രവർത്തനം സമസ്തയുടെ ഭാഗത്തുണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് സമസ്തക്ക് എന്താണ് ലാഭം? ലാഭമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് കുറെ പ്രയാസങ്ങളും സമസ്തക്ക് ഉണ്ടാകും. ഇനി സമസ്തയെ തകർക്കാനും സമസ്തക്ക് പ്രയാസകരമാകുന്ന നിലപാട് സ്വീകരിക്കാനും മുസ്ലിം ലീഗ് ശ്രമിച്ചാൽ മുസ്ലിം ലീഗിന് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരു ലാഭവും ഇല്ലെന്ന് മാത്രമല്ല, അതും പ്രയാസങ്ങളും നഷ്ടങ്ങളുമേ ഉണ്ടാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 2 പ്രസ്ഥാനങ്ങളെയും സ്നേഹിക്കുന്നവരാരും ഈ 2 പ്രസ്ഥാനങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കില്ല എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായി ഈ 2 സംഘടനകളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രശ്നമുണ്ടെന്ന ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്ത്
ഒരു തിരക്കഥയുണ്ടാക്കി, ആ തിരക്കഥയിൽ കുറെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി, അങ്ങനെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തി കുറെ ആളുകൾ അങ്ങനെ 5-8 ആളുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഇതാ ഇവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രചാരണം വ്യാപകമായിട്ട് നടന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത ആളുകളാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കാൻ പല ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും സാധിച്ചില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചരണത്തിൽ അഡിക്റ്റായി. സാമൂഹ്യ മാധ്യമത്തിന്റെ സ്വാധീനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് കാരണം ഹർത്താൽ നടന്ന നാടാണ് കേരളം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹർത്താൽ നടന്നു, വാട്സപ്പ് ഹർത്താൽ നടന്ന ലോകത്തേക സംസ്ഥാനമാണ് കേരളം. ഏതോ ഒരുത്ത രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ നാളെ കേരളത്തിൽ ഹർത്താൽ എന്ന് പറഞ്ഞിട്ട് ഓൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, ഓൻ നെറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നേരം വെളുത്തപ്പോഴേക്ക് ഇപ്പത്തെ ഒരു തലമുറയുടെ പുതിയ സ്വഭാവം എന്താ? സാധാരണ നമ്മൾ ഉറക്കം ഉണർന്നാൽ ആദ്യം തുണി എവിടെയെന്നൊക്കെ നോക്കും. ഇപ്പൊ അതല്ല പരിപാടി. ഇപ്പൊ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം മൊബൈൽ ഫോൺ എടുത്തു, എന്നിട്ട് നെറ്റ് നോക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ നോക്കി. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് നോക്കും, സകല ഗ്രൂപ്പിലും ഇന്ന് കേരളത്തിൽ ഹർത്താൽ. അപ്പം ഒന്നുകൂടെ മൂടി കടന്നു. ഇന്ന് കടയിൽ പോകേണ്ട കാര്യമില്ല, ജോലിക്ക് പോകേണ്ട കാര്യമില്ല, ഹർത്താലല്ലേ. അങ്ങനെ കുറെ കഴിഞ്ഞ് ഉച്ചക്കാവുമ്പോഴാണ് ഇങ്ങനെ ആലോചിക്കണം, അല്ല ആരാപ്പം ഹർത്താൽ പ്രഖ്യാപിച്ചത്? അപ്പൊ കട തുറന്നിട്ടില്ല, റോഡൊക്കെ വിജനമാണ്, വാഹനങ്ങളൊന്നും ഓടുന്നില്ല. അപ്പൊ ഉച്ച ആകുമ്പോഴാണ് ആളുകൾ അന്വേഷിക്കണം ഇന്നിപ്പോ ആരാ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അപ്പൊ നോക്കുമ്പോ ഹർത്താൽ പ്രഖ്യാപിച്ച ആളില്ല. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു ഇത് ഏതോ ഒരാള് വാട്സപ്പിലൂടെ ഒരു ഫേക്ക് മെസ്സേജ് ഇട്ടതാണ്. ലക്ഷക്കണക്കിന് ആളുകളെ വട്ടം കറക്കിയില്ലേ. ഇങ്ങനെ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ കണ്ടിട്ട് ഇതാണിപ്പോ സമസ്ത, ഇതാണിപ്പോ ഇവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അബദ്ധത്തിൽപ്പെടും. അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയണം. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ മേൽവിലാസത്തിൽ വളർന്നു വരുന്ന ഒരു സംവിധാനം, ഒരു വിദ്യാഭ്യാസ സംവിധാനം, ആ വിദ്യാഭ്യാസ സംവിധാനം വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ അതിലിടപെടാൻ തീരുമാനിച്ചു. വളരെ സ്വാഭാവികമാണ്, വളരെ സ്വാഭാവികം. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി പ്രവർത്തിക്കുന്ന ബൃഹത്തായ ആതുര സേവന കേന്ദ്രമാണ് CH സെന്റർ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. എത്രയോ CH സെന്ററുകളിലൂടെ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ചില ആളുകൾ മരുന്ന് കിട്ടുന്നു, ചില ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നു, ചില ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നു, ചില ആളുകൾ പല രീതിയിലുള്ള ശുശ്രൂഷകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ CH സെന്ററുകളെല്ലാം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ, ജില്ലാ കമ്മിറ്റിയുടെ, മണ്ഡലം കമ്മിറ്റിയുടെ, പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബൃഹത്തായ ആതുര സേവന മാതൃകയാണ്. CH സെന്ററിനോട് കിടപിടിക്കുന്ന മറ്റൊരു ആതുര സേവന മാതൃക കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്നില്ല. അതൊന്നും പറഞ്ഞ് നമുക്കൊരു മടിയില്ല. വളരെ നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംഗതിയാണ്. കൊപ്പത്തൊരു CH സെന്റർ ആരംഭിച്ചു. കൊപ്പത്തുണ്ടോ അല്ലേ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ CH സെന്റർ ആരംഭിക്കും. ആരാരംഭിക്കുക? മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കൂടി ആലോചിച്ച് തീരുമാനിക്കും. എല്ലായിടത്തെയും പോലെ ഇവിടെ ഒരു CH സെന്റർ ആരംഭിക്കണം. CH സെന്റർ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നു. രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യാൻ തുടങ്ങുന്നു. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്നു. ആശുപത്രിയിൽ വരുന്ന ആളുകളെ വിവിധ രീതിയിൽ പരിചരിക്കുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും അതിന് ലക്ഷക്കണക്കിന് രൂപ സംഭാവന ലഭിക്കുന്നു. ആളുകൾ സംഭാവന ലഭിക്കുന്നു. അങ്ങനെ കുറെ സംഭാവന വരാൻ തുടങ്ങി, കുറെ ആളുകളെ സഹായിക്കാൻ തുടങ്ങി. CH സെന്റർ പടർന്നു പന്തലിച്ചു. അപ്പൊ കുറെ കാലമായിട്ട് ഇതിന്റെ കൈകാര്യക്കാരനായിട്ട് ഓഫീസിൽ നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇത്രയും കാലമായിട്ട് ഞാൻ ഇപ്പൊ ഇതിന്റെ കൈകാര്യക്കാരനാണ്, ഇവിടെ ആരൊക്കെയാണ് സംഭാവന തരുന്നത് എനിക്കറിയാം, ആരൊക്കെയാണ് ഇതിന് പുതിയ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് സംഭാവന തന്നത് എനിക്കറിയാം, സ്ഥലത്തിന്റെ കുറവുണ്ടായപ്പോ 10 സെന്റ് സ്ഥലം തന്ന ആചാര്യ എനിക്ക് നേരിട്ട് അറിയാം, ഞാനാണെന്ന് വീട്ടിൽ പോയത് നമ്മുടെ MLA കൂടെ. അപ്പൊ ഈ കൈകാര്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇനിയിപ്പോ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും എനിക്കിപ്പോ CH സെന്റർ നടത്താൻ പറ്റും എന്ന് ഇയാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഏകദേശം ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായപ്പോ
മൂപ്പർക്ക് ഇങ്ങനെ തോന്നുകയാണ്. സംഗതി പാർട്ടിയുടെ കീഴിലാണെങ്കിൽ പോലും പാർട്ടി പ്രസിഡന്റിന് ഇപ്പൊ അത് വലിയ റോളൊന്നുമില്ലല്ലോ. പാർട്ടിയുടെ കീഴിലാണെങ്കിലും പാർട്ടിന്റെ സെക്രട്ടറിക്ക് ഇതിൽ വലിയ കാര്യമായ റോളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാനല്ലേ, എന്റെ ആശയമല്ലേ, ഞാനല്ലേ ഇതിങ്ങനെ വളരാനും പന്തലിക്കാനും ഇതേപോലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമാകാനൊക്കെ കാരണമായിട്ടുള്ളത്. അപ്പൊ മൂപ്പർക്ക് ഒരു ദിവസം തോന്നുകയാണ്, ഇതിഞ്ഞി പാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല, ഇതിഞ്ഞി പാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് സ്വന്തം സംവിധാനമാണ്, സ്വന്തം സെപ്പറേറ്റ് എന്റിറ്റിയാണ്. മൂപ്പർക്ക് തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാത്മാഭിമാനമുള്ള ഒരു സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ അയാൾ എന്താ ചെയ്യാ? അങ്ങനെ ചെയ്താൽ അയാൾ എന്താ ചെയ്യാ? 4 കൊല്ലം ചർച്ചയായിട്ട് നടക്കുവോ? 4 കൊല്ലം ചർച്ചയായിട്ട് നടക്കുവോ? അയാൾ ആ സെക്കൻഡിൽ കോളർ പിടിച്ച് വലിച്ച് പുറത്തു, ഈ വഴിക്ക് കാണാൻ പാടില്ല എന്നറിയില്ലേ? സമസ്ത അതല്ല ചെയ്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേവിലാസത്തിൽ വളർന്നു വന്ന ആ സംവിധാനത്തിന് ആദ്യകാലത്ത് പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോ ആ പത്രത്തിന്റെ പരസ്യവാചകം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവർ അംഗീകരിച്ച സിലബസ്, ഇതായിരുന്നു തലവാചകം. രക്ഷിതാക്കൾ മനസ്സിലാക്കി, ഇത് സമസ്തയുടെ മുശാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ്. എന്റെ കുട്ടനവിടെ കൊണ്ടുപോയി ചേർത്താൽ വഴിതെറ്റൂല, പുരോഗതി ഉണ്ടാകും, പ്രതിഭയാകും, വളർന്നു വരാൻ പറ്റും, എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റും. കാരണം എന്താണ്? ഈ രക്ഷിതാവ് കണ്ടത് ആ പരസ്യത്തിന്റെ വാചകമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളർന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന രീതിയിൽ ആളുകളെ കൊണ്ടുപോയി ചേർത്തു, കുട്ടികളെ കൊണ്ടുപോയി ചേർത്തു. എന്നിട്ടിത് വളർന്നു പന്തലിച്ചു വലുതായപ്പോ ഈ മഹാന്മാരായ ഉസ്താദുമാരും സാദാത്തുക്കളും നേതാക്കളും ഒന്നും അറിയാതെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു, അതിന്റെ ഉപദേശക സമിതി ചെയർമാൻ. അങ്ങനൊരു റോള് അതിന്റെ ഭരണഘടനയിൽ നിന്ന് തന്ത്രപരമായിട്ട് മാറ്റിയിട്ട് പറയാണ്, പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇതിന്റെ ഉപദേശക സമിതിയിൽ വരാം. അത് ആരായിരിക്കണമെന്ന് സമസ്തയല്ല തീരുമാനിക്കുക, ഇവര് തീരുമാനിക്കും. എന്നിട്ട് ആദരണീയരായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് ഒരു കത്തയക്കുകയാണ്. നിങ്ങളുടെ ഊഴം 3 വർഷം കൂടി പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. വലിയ ഔദാര്യല്ലേ? 3 വർഷം കൂടി ഉപദേശക സമിതിയിൽ അംഗമാകാൻ നിങ്ങൾക്ക് ഊഴമുണ്ട്. നിങ്ങളുടെ ഊഴം ഇനി അടുത്ത 3 വർഷം കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഭരണപരമായിട്ടോ അക്കാദമികപരമായിട്ടോ എവിടെയും ഇടപെടാൻ യാതൊരു അവകാശവും ഇല്ലാത്ത വിധം അതിന്റെ ഭരണഘടന ഭേദഗതി ചെയ്തു. അതിനേക്കാൾ കൗതുകരമായ സംഗതി പല ആളുകളും ഇപ്പൊ ധരിച്ചു വച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാഴ്ചപ്പാടോടുകൂടി അവതരിക്കുന്ന വലിയ നവോത്ഥാനത്തിന്റെ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ നൂതന മാതൃക സൃഷ്ടിച്ച ആളുകൾ എന്നൊക്കെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ലോകത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഇന്നുവരെ പറഞ്ഞു കേട്ടുകേൾവിയില്ലാത്ത അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പഠനം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടി വിവാഹിതയായാൽ അന്ന് അവൾ അവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. എന്താ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? വിവാഹം കഴിച്ചു. വലിയ അപരാധമാണ്. പഠനകാലയളവിനിടയിൽ വിവാഹം കഴിച്ചാൽ ഇനി അവിടെ പഠിക്കാൻ പാടില്ല, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക, പിന്നെ അവിടെ വരാൻ പാടില്ല. ഇങ്ങനെ പരാതി ലഭിച്ചപ്പോഴാണ് സമസ്ത മുഷാവറക്ക് ചില രക്ഷിതാക്കൾ പരാതി കൊടുത്തു. 5 വർഷത്തെ കോഴ്സിന് വേണ്ടി മകളെ ചേർത്തതായിരുന്നു. എന്റെ കുടുംബത്തിന്റെ ചുറ്റുപാടനുസരിച്ച് മകൾക്ക് ഒരു കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ രക്ഷിതാക്കൾക്ക് അതിന്റെ ഗൗരവം ബോധ്യപ്പെടും. അനുയോജ്യമായ ഒരു വിവാഹം വന്ന സമയത്ത് ഇനി 5 വർഷം കാത്തിരുന്നാൽ ആ 5 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി അതിനനുസരിച്ചൊരു കല്യാണം വരുമോ എന്നതിനെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളുകൾ സ്വാഭാവികമായും ആ രക്ഷിതാക്കൾ വിവാഹം ചെയ്തപ്പോ ആ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കുട്ടിയെ പുറത്താക്കി. വിവാഹം കഴിച്ചതിന്റെ പേരിൽ സ്ഥാപനത്തിൽ കുട്ടിയെ പുറത്താക്കി. ഈ പുറത്താക്കി എന്ന് മാത്രമല്ല, ഇതിന്റെ പേരിൽ പരാതി കൊടുത്തു ഉസ്താദുമാർ. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികൃതരുമായിട്ട് സംസാരിച്ചു. കുട്ടികളെ പഠനം മുടക്കാൻ പാടില്ല,
വിവാഹം കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഇങ്ങനെ പഠനം മുടക്കാൻ പാടില്ല. ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാകണം, പരിഹാരം ഉണ്ടാകണം. അതിനുള്ള മറുപടി എന്താ അറിയോ നിങ്ങള്? അതിന്റെ മറുപടി എന്താ അറിയോ? പഠന സമയത്ത് വിവാഹം കഴിച്ചാൽ ഇങ്ങനെ പഠനം നിർത്തി അതിൽ നിന്ന് ഒഴിവാക്കാം എന്നതിന്റെ മസല എനിക്കറിയാം. ഞാൻ വാദപ്രതിവാദത്തിൽ തയ്യാറാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമക്ക് ആ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ സ്ഥാപനത്തെ പുറത്താക്കി എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ പരാതി കൊടുത്തപ്പോ ഈ പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോ അതിനുള്ള വിശദീകരണമാണ്. ഇതിനൊക്കെ എന്റെ അടുത്ത് മസലുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങളേറ്റ് വാദപ്രതിവാദത്തിന് തയ്യാറാണ്. സമസ്തക്ക് വാദപ്രതിവാദം നടത്താൻ പറ്റിയ ചരക്കേ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ വലിയ 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 മുജാഹിദ് നേതാക്കന്മാരോട് ഇവിടെ മുസ്തഫ അസ്രഫിന്റെ ശിഷ്യന്മാരാ സംവാദത്തിന് നടക്കാറുള്ളത്. വലിയ മുജാഹിദ് നേതാക്കന്മാരോട്. എന്നിട്ട് സമസ്തയുടെ നേതാക്കന്മാരോട് പറയാൻ ഈ കാര്യത്തിൽ ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറാണ്. ഇവിടെ വാദപ്രതിവാദമല്ലല്ലോ വിഷയം. ഇങ്ങനെ സമസ്തയെ പരിഹാസ്യമാക്കുന്ന സമീപനങ്ങൾ ഇത് ശരിയാണോ? ഇത് ശരിയാണോ എന്ന് ഗൗരവത്തോടുകൂടി ആലോചിക്കണം. തീർന്നില്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു വാഫി സുഹൃത്ത്, അദ്ദേഹം ഒരു വഫിയ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പഠന കാലയളവിൽ വിവാഹം കഴിച്ചു, നിക്കാഹ് ചെയ്തു. നിക്കാഹ് ചെയ്തപ്പോൾ ഈ വിഭാഗം അതിനെടുത്ത തീരുമാനം എന്താണെന്നറിയോ? ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികളോട്, സഹപാഠികളോട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. ഒരൊറ്റ കുട്ടിനെ കല്യാണത്തിന് പറഞ്ഞയച്ചില്ല. ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപികമാരെയും കല്യാണത്തിന് പറഞ്ഞയച്ചില്ല. കല്യാണം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ എന്ത് സ്ത്രീ വിദ്യാഭ്യാസം, എന്ത് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാനം നമുക്ക് മനസ്സിലാണില്ല. ഒരുപക്ഷെ വളരെ പിന്തിരിപ്പനായ, സങ്കുചിതമായ, ഒന്നുകൂടി പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധമായ ഇത്തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി സ്വീകരിച്ചപ്പോ അത് ശരിയല്ല എന്നാണ് സമസ്ത പറഞ്ഞിട്ടുള്ളൂ. വിവാഹം പഠന കാലയളവിൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഠനം ഉപേക്ഷിക്കുകയോ അങ്ങനെ ഒരു കൊഴിഞ്ഞുപോക്കോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടുകൂടി വേണ്ട ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ പേരിൽ സ്ഥാപനത്തിൽ പുറത്താക്കാൻ പാടില്ല. എന്നിട്ട് ഇനി കല്യാണം ബഹിഷ്കരിക്കാൻ പാടില്ല. ആ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു, ഈ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാക്കളൊക്കെ മാന്യന്മാരായതുകൊണ്ടാണ്. ഇതിന്റെ പേരിലൊക്കെ വല്ല വനിതാ കമ്മീഷനും പരാതി കൊടുത്താൽ ഈ സ്ത്രീ വിദ്യാഭ്യാസവും നവോത്ഥാനത്തിന്റെ ഒക്കെ യഥാർത്ഥ രൂപം മനസ്സിലാക്കുമായിരുന്നു. ഈ രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു. എന്നിട്ടും ഇതൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞും പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. നിരന്തരമായ ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങളൊക്കെ അവസാനിക്കുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് പരസ്യമായിട്ട് പറയാൻ, ഇന്നെ ചർച്ചക്ക് വിളിച്ചിട്ടില്ല, ഞാനുമായിട്ട് ചർച്ച, എനിക്ക് എന്റെ ഭാഗം ഒന്ന് പറയാൻ അവസരം ഉണ്ടാക്കി തരണ്ടേ. ആ പറച്ചിൽ കേട്ടാ കണ്ണിലൊക്കെ വെള്ളം നിറച്ച് പറച്ചിൽ കേട്ടാത്തൊന്നും ശരിയാണ്, പാവട്ടോ, അതിന് പറയാനുള്ളത് കേട്ടുകൂടെ തോന്നിപ്പോ. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറ 8-9 അംഗ സമിതിയെ നിയോഗിച്ചു മഹാനുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. സമസ്തയുടെ ആസ്ഥാനമായ ചേളാരി ക്രസന്റ് ബോർഡിംഗ് മദ്രസയിലേക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. ഉസ്താദുമാർ ആ പേപ്പർ എടുത്തിട്ട് ഇന്നാലിന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ ഉസ്താദുമാരോട് പറഞ്ഞ മറുപടി എന്താ അറിയങ്ങള്? ഇതിങ്ങനെ നേർക്കുന്നൊരു വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ രേഖാമൂലം എഴുതി തന്നാൽ ഞാൻ രേഖാമൂലം മറുപടി തരാം. നേർക്കുനേർ സംസാരിക്കാൻ വിളിക്കുമ്പോഴുള്ള മറുപടിയാണ് ഈ സംസാരത്തിന് ഞാനല്ല, രേഖാമൂലം ആവശ്യപ്പെട്ടാൽ രേഖാമൂലം മറുപടി തരാം. പിന്നെ സ്വാഭാവികമായിട്ട് അതിനുശേഷം സമസ്ത അതിനും വഴങ്ങി. അതിനൊക്കെ മറുപടികൾ വേറെയാണ് നമ്മുടെ നാടൻ ഭാഷയിൽ. പക്ഷെ അതൊന്നും സമസ്ത തന്നിട്ടില്ല. ആയിക്കോട്ടെ, രേഖാമൂലാണെങ്കിൽ രേഖാമൂലം. അതിനുശേഷം എത്ര കത്തിടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. എല്ലാ കത്തുകളുടെയും മറുപടിയായിട്ട് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ വാചകം ഉണ്ടാകും, ഇത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ഒരു സൊസൈറ്റിയാണ്, ഇതിന്റെ പരമാധികാരം ഈ സൊസൈറ്റിയുടെ ജനബോഡിക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാര്യമായിട്ട് റോളൊന്നുമില്ല.
നിരന്തരമായി അത്തരം മറുപടികൾ കിട്ടി. ഇവര് മനസ്സിലാക്കണം ഈ മറുപടികളൊക്കെ കിട്ടുമ്പോ ഏതായാലും ഇപ്പൊ അത് ഇനി കിട്ടൂല, ഏതായാലും നിങ്ങളെ പാട്ടിന് പോയിക്കോളി എന്ന് പറയുന്നു വിചാരിച്ചിട്ടാ. നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ അവസാനം നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും തങ്ങന്മാരും ഒക്കെ ഇടപെട്ടു. ഇതൊക്കെ ഒന്ന് സെറ്റിലായി പോണം. ആയിക്കോട്ടെ, സമസ്ത അതിന് തയ്യാറായി. സമസ്ത അതിന് നിയോഗിച്ചു, ഒരു 8 അംഗ സമിതിയോ നിയോഗിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് പലതവണ ഒരുമിച്ചിരുന്നിട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകാൻ വേണ്ടി ഒരു 9 ഇന വ്യവസ്ഥ തയ്യാറാക്കി, ഒരു പ്രശ്ന പരിഹാര വ്യവസ്ഥ. എന്നിട്ട് ആ യോഗം തീരുമാനിച്ചു, ഈ വ്യവസ്ഥ സമസ്ത മുഷാവർ അംഗീകരിച്ചോളണം, ഈ വ്യവസ്ഥ ഈ CACയുടെ സെനറ്റും അംഗീകരിച്ചോളണം. 2 കൂട്ടർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഒരു മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ നമ്മൾ ആ മധ്യസ്ഥനെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി മധ്യസ്ഥനായിട്ട് ഞാൻ അയാളെ സ്വീകരിച്ചാൽ പിന്നെ ആ മധ്യസ്ഥൻ പറയുന്നതിനെ ഞാൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് സാധാരണ നാട്ടുമധ്യസ്ഥന്മാരല്ല. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടുന്ന സമസ്തയുടെ ഇതിനേക്കാണ് വലിയ മധ്യസ്ഥന്മാർ ആരപ്പ കേരളത്തിലുള്ളത്. ഇവരാണ് 9 വ്യവസ്ഥ തയ്യാറാക്കിയത്. സമസ്ത മുഷാവറയിൽ 9 വ്യവസ്ഥ വെച്ചു. മുഷാവറയിൽ ചർച്ച പോലും നടന്നില്ല. ഇതിപ്പോ നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചതല്ലേ, നമുക്ക് അംഗീകരിക്കാം. ഐക്യകണ്ഠേന പാസാക്കി. ആവശ്യമൊന്നുമില്ല. വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ചപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് പാസാക്കി. വിദ്യാഭ്യാസ ബോർഡ് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളുടെയും ഉമറാക്കളുടെയും ഒക്കെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്, അവതരിപ്പിച്ചു, അംഗീകരിച്ചു. പിന്നെ അത് CACയുടെ സെനറ്റിലാണ് അംഗീകരിക്കേണ്ടത്. അവിടെ അംഗീകരിച്ചിട്ട് അതിന്റെ മിനിറ്റ്സിന്റെ കോപ്പി സമസ്ത മുഷാവർ കൈമാറുന്നതോടുകൂടി വിഷയം അവസാനിച്ചു. പിന്നെ അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കിയാൽ മതി. അതിനൊക്കെ സമയവും സംവിധാനവും ക്രമീകരണമൊക്കെ വരുത്തിയിട്ടുണ്ട്. CACയുടെ സെനറ്റ് ഇത് അംഗീകരിച്ചു എന്നവർ പരസ്യമായിട്ട് പറഞ്ഞു, പ്രസംഗിച്ചു, പലയിടത്തും പ്രഖ്യാപനം നടത്തി. അംഗീകരിച്ചു എന്ന് പറഞ്ഞ ആ പേപ്പർ സമസ്ത മുഷാവറയിലേക്ക് തന്നപ്പോ ഈ 9 വ്യവസ്ഥയും നേരെ തല തിരിച്ചെഴുതി വികലമാക്കിയിട്ട് അയച്ചത്. അതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ധിക്കരിക്കുക മാത്രമല്ല, ഈ മധ്യസ്ഥന്മാരെ പോലും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇവരിതിനോട് സമീപിച്ചത്. തീർന്നു. ഇനി ഏതായാലും ഈ വിഷയത്തിൽ നമ്മൾ ഇല്ല എന്നാണല്ലോ പറയേണ്ടത്. ഉസ്താദുമാർ അവിടെയും ക്ഷമിച്ചു. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒത്തുപ്പിച്ച് പോകാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് അവസാനം വീണ്ടും ഇത് പരമാവധി യോജിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനു വേണ്ടിയിട്ട് വീണ്ടും നേതാക്കന്മാരിരുന്നു. ആദരണീയ ജിഫ്രി തങ്ങള്, സാദിഖ് അലി ശിഹാബ് തങ്ങള്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, MT ഉസ്താദ് ഉൾപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ വീണ്ടും ഇരുന്നു. അപ്പോ ഈ 9 വ്യവസ്ഥ ഇവര് തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഇരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് മീറ്റിംഗ് വിളിച്ചു. 4 മണിക്ക് മീറ്റിംഗ് വിളിച്ചാൽ സ്വാഭാവികമായിട്ട് പരമാവധി 5:30 മണി 6 മണി മഗ്‌രിബിന് മുമ്പ് യോഗം തീരും. ഏകദേശം ഒരു ഫോർമുലൊക്കെ തയ്യാറാക്കി തീരും. 4 മണിക്ക് മീറ്റിംഗ് വിളിച്ച് അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഉസ്താദുമാരൊക്കെ നമ്മുടെ സമസ്ത ഓഫീസിൽ വന്നു. അവരവിടുന്ന് അസ്ർ നിസ്കരിച്ചിട്ട് യോഗ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിശ്ചയിച്ചതാണ്. അപ്പണ്ട് 2:30 മണിയാവുമ്പോ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചു. 4 മണിക്ക് ഇതിന്റെ ചർച്ച നടക്കാൻ പോവാണ്. 4 മണിക്ക് ഇതിന്റെ ചർച്ച നടക്കാൻ പോകുമ്പോഴാണ് 2:30 മണിക്ക് പുതിയ കമ്മിറ്റി പ്രഖ്യാപനം. അപ്പൊ എല്ലാവരും വളരെ നിരാശരായി. കാരണം ഈ ചർച്ചയെ വളരെ മോശമായി അപഹസിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഏതായാലും നമ്മൾ അതിനുവേണ്ടി ഉറപ്പിച്ചതല്ലേ, പോവുക എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ഉസ്താദുമാര് ചർച്ചക്ക് പോയി. അപ്പൊ അവിടെ എത്തിയപ്പോ ഇതാണ് രംഗം. നമുക്കിനി വേണ്ട പോലെ ആലോചിക്കാം എന്ന് പറഞ്ഞൊന്നും ചർച്ച ചെയ്യാമല്ലോ. കാരണം ഒരു വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഈ വിഷയം തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം മുതൽ ഈ അവസാന സമയം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിന്നിട്ടില്ലെന്ന് മാത്രമല്ല, ക്ഷമിച്ചും സഹിച്ചും ഭൂമിയോളം ക്ഷമിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ ഐക്യത്തോടുകൂടി സഹവർത്തിത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്.
എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എവിടെ ഞങ്ങൾ ഉസ്താദിന് ആദർശ വ്യതിയാനം എന്നൊരു നീട്ടിയ ചോദ്യം, എവിടെയാണ് ആദർശ വ്യതിയാനം? സമസ്ത മുഷാവറ കഴിഞ്ഞ മുഷാവറ ഇത് സംബന്ധമായിട്ട് അന്തിമമായിട്ട് തീർപ്പ് പ്രഖ്യാപിച്ചപ്പോ പിറ്റേ ദിവസം വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഷക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ സമസ്തക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ളത് അതേ വാക്ക് അതേ ഭാഷയിൽ യാഥാസ്ഥികന്മാരാണ്, ലോകം തിരിയാത്ത ആൾക്കാരാണ്, ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണത്തിനൊക്കെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കാണ് വലിയ മറുപടി നമുക്ക് അറിയില്ല. ആ ഭാഷയിലാണ് സംസാരിച്ചത്. ഞാൻ സുന്നിയാണെന്ന് ഇടക്ക് പറയും ചെയ്യും. വളവന്നൂർ അൻസാറിൽ പോയിട്ട് സുന്നി എന്ന് തെളിയിക്കുകയും ചെയ്തു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. പക്ഷേ ഞാനിത് പറയാനുള്ള കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ അസൂയയാണ്, പിടിവാശിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല ആളുകളെയും ഇപ്പോഴും ഇതിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ആളുകൾ സത്യസന്ധമായി എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് കൃത്യമായി അറിയാനും അന്വേഷിക്കാനും സന്നദ്ധമാകണം. സമസ്ത ഒരിക്കലും ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയും തള്ളാനോ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമല്ല നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഇതൊക്കെ മുന്നോട്ട് പോകണമെന്ന് താല്പര്യമാണ്. സമസ്തക്ക് ഗുണമുണ്ടാകുന്ന ഏത് കാര്യവും അത് സമസ്ത എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിനല്ല, സമുദായത്തിനാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മുടെ മഹല്ലുകളിൽ, മദ്രസകളിൽ, സ്ഥാപനങ്ങളിൽ സമസ്തക്കൊരു കൈത്താങ് എന്ന പേരിൽ ഒരു ഫണ്ട് ശേഖരണം നടക്കുകയാണ്. 5-8 വർഷമായിട്ട് ഭംഗിയായിട്ട് ആ സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതിൽ നിന്ന് കിട്ടുന്ന, അതിലൂടെ സ്വരൂപിച്ചെടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും വ്യാപകമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ദഅവാ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട മേഖലയിൽ പള്ളികൾ, മദ്രസകൾ, ദീനി സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയ ശ്രമങ്ങളാണ്. ഇപ്പൊ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്, കൈത്താങ് ഫണ്ട് പിരിക്കാൻ പാടില്ല. നേരത്തെ സുപ്രഭാതത്തിന് തിട്ടൂരം പുറപ്പെടുവിച്ചതുപോലെ പല രീതിയിൽ തെറ്റിദ്ധാരണ. എന്നിട്ട് എന്താ പറയണമെന്നറിയോ? കൈത്താങ്ങിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല, ആ ഫണ്ടൊക്കെ സുപ്രഭാതത്തിലേക്കാ പോണെന്ന്. എവിടെ കള്ളുഷാപ്പ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ പോലെ ആ ഫണ്ടിലെ വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് സുപ്രഭാതത്തിന് വരുന്നത്. ഇനി സുപ്രഭാതത്തിന് വന്നു, എന്താ കുഴപ്പമുള്ളത്? സുപ്രഭാതം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ മുഖത്തറല്ലേ. ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെടുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്കോ ഇവിടുത്തെ സുപ്രഭാതത്തിനോ അല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ ദീനീ പ്രവർത്തനങ്ങൾക്കാണ്. അവിടെ മദ്രസ ഉണ്ടാക്കാൻ, മദ്രസയിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ, അവിടെ പാഠപുസ്തകം കൊടുക്കാൻ. ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഹാദിയ തന്നെ 100 കണക്കിന് മദ്രസകൾ നടത്തുന്നുണ്ട്. ആ മദ്രസകൾക്കൊക്കെ എത്രയോ വർഷങ്ങളോളമായി സൗജന്യമായിട്ട് പാഠപുസ്തകം കൊടുക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുത്തെ മുഫ്തിസുമാർക്ക് വേണ്ടി ഈ ഫണ്ടിൽ നിന്ന് ശമ്പള ഇനത്തിൽ കൊടുക്കുന്നത്. സൗജന്യമായിട്ട് പരീക്ഷ നടത്തി കൊടുക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത്. അതല്ലാതെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരുപാട് പുതിയ പുതിയ ദീനീ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സമസ്തയുടെ കേവല സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി പോലും ഉപയോഗിക്കുന്നില്ല. കൈത്താങ് ഫണ്ടിൽ നിന്ന് ഒരു സമ്മേളനം നടത്താൻ, സംഘടനാ പ്രവർത്തനത്തിന് പോലും ഫണ്ട് ഉപയോഗിക്കാറില്ല. അതൊക്കെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങൾ പള്ളി ഉണ്ടാക്കാൻ, മദ്രസ ഉണ്ടാക്കാൻ, ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ ഫണ്ട് ശേഖരണം ഓരോ വർഷം തോറും വിജയകരമായിട്ട് വരുന്നു. കൂടുതൽ ആളുകൾ കാശ് തരുന്നു. അതനുസരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ദീനീ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് കാണുമ്പോൾ ഇപ്പോ ആ ഫണ്ടിനെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വലിയൊരു സ്വീകാര്യതയും വലിയ അംഗീകാരത്തെയും ജനസ്വീകാര്യതയും ഒക്കെ തകർക്കാൻ വേണ്ടി ഇതിന്റെ എല്ലാ സംരംഭങ്ങളെയും ചെറുക്കാനും ഇല്ലായ്മ ചെയ്യാൻ, തകർക്കാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടനാ രംഗത്ത് കൂടുതൽ സജീവമായി സംഘടനാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ
കൂടുതൽ ആളുകളിലേക്ക് അതിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാനും സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഒക്കെ നമ്മുടെ സഹപ്രവർത്തകന്മാർ സന്നദ്ധമാകണം. അതിനുള്ള പ്രേരകമാകട്ടെ ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ എന്നാഗ്രഹിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഇത്ര മനോഹരമായ ഒരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എന്റെ സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.